إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി അനുഷ്ഠിക്കാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാണ് 100,000-ൽ പരം അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിയോഗിച്ചത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ എല്ലാ ഉമ്മത്തിലേക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകൻ റസൂലുമാരെ മുർസലുകളെ നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ ആരാധിക്കാനും ഓരോ സമൂഹങ്ങളിലും അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളിൽ നിന്ന് വെടിഞ്ഞ് അകന്നു നിൽക്കാനും വേണ്ടി അത് കൽപ്പിക്കാനും പഠിപ്പിക്കാനും പ്രയോഗവൽക്കരിക്കാനുമാണ് അള്ളാഹു പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചത്. ഈ ലോകത്ത് ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലേ? എത്രയോ അനുഗ്രഹങ്ങൾ, ഓരോ സെക്കൻഡും എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, നമുക്ക് നിർണയിക്കാൻ സാധ്യമല്ലാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെ? എൻ്റെ നാവ് ഞാൻ എന്തു പറയണമെന്ന് എൻ്റെ തലച്ചോറ് തീരുമാനിക്കുന്ന സിഗ്നലുകൾ അത് എൻ്റെ നാവിൻ്റെ മസിലുകളിലേക്ക് എത്തി അത് പ്രത്യേക രൂപത്തിൽ അതിൻ്റെ സംസാരമായി വന്നത് നിങ്ങൾ കേട്ട് ആ സൗണ്ട് വേവ് നിങ്ങളുടെ കർണപടത്തിൽ വന്ന് അത് കോക്ലിയയിലൂടെ പോയി അത് തലച്ചോറിൽ സിഗ്നലായി അത് ഓഡിറ്ററി കോട്ടക്സിൽ വെച്ച് അനലൈസ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കി. ഇതൊക്കെ പറഞ്ഞാൽ തീരാത്തത്ര പ്രതിഭാസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനോ നിങ്ങൾക്ക് കേൾക്കാനോ കേട്ടത് മനസ്സിലാക്കാനോ കഴിയാത്ത ഒട്ടനവധി അസുഖങ്ങൾ, രോഗികളെ നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഈ ആകാശഭൂമികൾ മാറി വരുന്നതും ഈ സൃഷ്ടിപ്പും മനുഷ്യന്റെ സൃഷ്ടിപ്പും എല്ലാം ഇതൊക്കെ എന്താണ് സഹോദരനെ? വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അയ്യദ്ദക്കറ ഔ അറാദ ശുകൂറ. ഇതൊക്കെ എന്തിനാണ്? നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ ദീലടാ ഈ ഭൂമിന്റെ മുഖത്ത് എത്രയോ കാലമായി ജീവിക്കും, എത്രയോ പ്രതിഭാസങ്ങൾ നമുക്ക് മുന്നിലൂടെ മാറി മറിഞ്ഞ് പെയ്യുന്ന മഴ അല്ലെ? നമ്മളെ മഴയെ പറ്റി എത്രയോ കണ്ട, ഭയങ്കര മഴയാണ്, വെള്ളപ്പൊക്കാണ്. സഹോദരങ്ങളെ, ഈ മഴ എന്ന പ്രതിഭാസം അല്ലെ, മേഘം നീരാവിയായി മേഘമായി മഴ മേഘമായി മഴയായി നല്ല തെളിനീരായി ഭൂമിയിൽ വർഷിക്കുന്നത്, അതുമൂലം ജീവജാലങ്ങൾ ജീവിക്കുന്നത്, കൃഷി, ഇതൊക്കെ ലിമൻ യദ്ദക്കർ, അതൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക്, ലിമൻ അറാദ അയ്യദ്ദക്കറ ഔ അറാദ ശുകൂറ, നന്ദി കാണിക്കാൻ. എന്നെ പടച്ചത് അല്ലാഹുവാണ്, ഞാൻ എത്ര നിസ്സാരനാണ്, എത്ര നിസ്സാരക്കാരനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് അല്ലാഹ് പറയാണ്. വലനബുലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ആരും അതിന് ഒഴിവല്ല. ഇപ്പൊ മഴ ഇങ്ങനെ നല്ല മഴ പെയ്യണം. ഇപ്പൊ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾ നല്ല പേടിയിലാണ്. വെള്ളം കയറും, പുഴയൊക്കെ നിറഞ്ഞു തുടങ്ങി, എന്റെ വീട്ടിക്ക് വെള്ളം കയറും. അപ്പൊ നമ്മൾ വിചാരിച്ചു മേലുള്ളവരൊക്കെ പേടിയില്ലാതെ കുത്തിരിക്കണം. അപ്പൊ മേലുള്ളവൻ പേടിച്ചത് എന്താണ്? ഇതൊക്കെ കൂടി പൊതിർന്ന് ഉരുൾ പൊട്ടി താഴത്തേക്ക് പോകുമെന്നാണ് ഓൻ പേടിച്ചത്. നടുവിലുള്ളവരൊക്കെ കൂടി നമ്മളെ മേലെ കൂടെ വരും, മേലെ നിൽക്കണ മലക്കണ പൊളിഞ്ഞ് നമ്മളെ മേത്തേക്ക് വരുമെന്നാണ് നടുവിൽ നിൽക്കണോ പേടിച്ചത്. അപ്പൊ അങ്ങനെ കാഴ്ചപ്പാട് മാറാതെ ഈ പേടിയിൽ നിന്നൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കൂല. നമ്മൾ വളരെ നിസ്സാരക്കാരാണ്. മരണം ഏതു രൂപത്തിൽ എങ്ങനെയും അള്ളാഹു കണക്കാക്കിയ സമയത്ത് ഒരു സെക്കൻഡ് അങ്ങോട്ടോ അല്ലാതെ അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അത് ചിലപ്പം മഴയിക്കാരം, ചിലപ്പം വെയിലേക്കാരം, സൂര്യാഘാതയിക്കാരം, ചിലപ്പോൾ മഴ പെയ്തിട്ടേക്കാരം, ചിലപ്പോൾ ഒന്നുമില്ലാതെ പെരി കടന്ന് മരിച്ചതേക്കാരം. അതുകൊണ്ട് അതിനെപ്പറ്റുന്നൊരു ആവശ്യത്തിൽ കൂടുതൽ വേവലാതിപ്പെടേണ്ട കാര്യം. പക്ഷെ നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമുണ്ട്, ആ വിഷയം എന്താണ് സഹോദരങ്ങളെ? അത് മരണത്തിന് ശേഷം നമുക്ക് നഷ്ടം വരാതിരിക്കണം. മരണാനന്തര ജീവിതത്തിൽ നമ്മൾ നഷ്ടക്കാരായി പോകരുത്. ആ ഒരു കരുതലാണ് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിലുടനീളം വേണ്ടത്. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ അള്ളാഹുവിന് നന്ദി കാണിക്കാനും, അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞ ഗാംഭീര്യത്തെ, അള്ളാഹുവിന് കണക്കാക്കേണ്ട ഗാംഭീര്യം നൽകി, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ വകവെച്ച് കൊടുത്ത് ആരാധനയിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്, ആ കരുതലാണ് നമുക്ക് ജീവിതത്തിൽ ഉടനീളം വേണ്ടത്. അതാണ് ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളെയും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടതാണ് സഹോദരങ്ങളെ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അതിന് ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് എന്ന്. ഇവിടെ എത്ര ആളുകളാണ് സഹോദരങ്ങൾ അല്ലാഹുവിന് മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്താണ് അല്ലാഹുവിന് ഒരു ഗാംഭീര്യം കൽപ്പിക്കാത്തതെന്നാണ്. നമ്മളെ ഉമ്മത്തിന്, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അല്ലാഹുവിന് നൽകുന്ന സ്ഥാനം, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന് നൽകുന്ന ഗാംഭീര്യം, സ്ഥാനം നമ്മളൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്തിനാണ് നോക്കി, എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്. എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവൻ, അതിന് പരിഹാരം അറിയുന്നവനും അതിന് പരിഹാരം നൽകേണ്ടവനും നൽകാൻ കഴിവുള്ളവനും അല്ലാഹു മാത്രമാണ് എന്ന ഒരു ബോധം അത് സൃഷ്ടികളിൽ പലർക്കും ഇല്ലാതെ പോലും വേറെ ആളുകൾ, മറ്റു സൃഷ്ടികൾക്ക് നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്. പല ആളുകളും ഇടയാളന്മാരെ, മരിച്ചുപോയ മഹാന്മാരെയും അതേപോലെ തന്നെ ഇടയാള പ്രാർത്ഥന നടത്തുന്നവരാണ്. നിങ്ങൾക്ക് എന്തിനാണ് ഒരാളുടെ സഹായം എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിലേക്ക് ഒരു മധ്യവർത്തി, ഒരു ഇടയാളനാക്കിയിട്ടാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ സമദീയത്ത് അയാൾക്ക് കൊടുക്കുന്നില്ല. അല്ലാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിച്ചു കൊണ്ട് തന്നെയാണ്, അല്ലാഹു കൊടുത്ത കഴിവാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് അവർ പറയാൻ.
നബി കുടുംബത്തിലെ അംഗമാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത് ആ ബഹുമാനം കിട്ടാൻ വേണ്ടി എന്നതിനപ്പുറം സഹോദരങ്ങളെ, അത് മരണത്തിന് ശേഷം അവരുടെ ഖബറുകളും ചാരങ്ങളും എല്ലാം പൊന്തി അതൊക്കെ ഖബർ ആരാധനയുടെയും ചൂഷണത്തിന്റെയും കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രം പോരാ, അള്ളാഹുവിന്റെ കൂടെ ചില ആളുകളും വേണം എന്ന് പറയുന്ന, ചിന്തിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന കൂട്ടമാണ് നമുക്ക് മുമ്പിലുള്ളത്. ആലോചിച്ച് എത്ര ആളുകളാണ്. അമ്മൻ യുജീബുൽ മുൽതറു ഇദാ ദഅഹു വയക്ഷിഫു السوء ويجعلكم خلفاء الارض أإله مع الله قليلا ما تذكرون. അഥവാ എടങ്ങേറായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകള് അവൻ ഉത്തരം നൽകുകയും വിഷമം നീക്കിക്കൊടുക്കുകയും നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്യുന്നവനാണോ, അതല്ല അവരുടെ ദൈവങ്ങളാണോ, അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ദൈവങ്ങളും ഉണ്ടോ എന്ന് അള്ളാഹു ചോദിച്ചത് പോലും മറ്റ് അള്ളാഹുവിന്റെ കൂടെ സഹായിക്കുന്നവരുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച്, അള്ളാഹുവിന് മാത്രം അള്ളാഹുവിന്റെ കൂടെ ചില ആളുകളും ഇതേപോലെ ഉത്തരം നൽകുന്ന ചില വിഭാഗം ഉണ്ട് എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട് എന്ന് ഈ ആയത്ത് തിരിച്ച് പറയാൻ മാത്രം ധൈര്യം കാണിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹു പോരെ എന്ന ഒരു ചോദ്യം ഉണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. എന്തുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ ചോദിച്ചത്? അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ആളുകൾ പ്രാർത്ഥനകൾ ഉയരുന്നത് കൊണ്ട്, സഹായ അഭ്യർത്ഥനകൾ ഉയരുന്നത് കൊണ്ട്, അള്ളാഹുവിനെ കൂടാതെ ചില ആളുകൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നും നമ്മളെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്നും നമുക്ക് കിട്ടാതെ പോയ ജീവിതത്തിലെ ഗുണങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമെന്നും നമ്മളെ ജീവിതത്തെ ബാധിച്ച തിന്മകളെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുമെന്നും ചില ആളുകൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചോദിച്ചത്. നിങ്ങൾക്ക് അള്ളാഹു പോരെ എന്ന ചോദ്യം. എനിക്ക് അള്ളാഹു മതി എന്ന് നമുക്ക് ജീവിതം കൊണ്ട് പറയാൻ സാധിക്കണം, അത് പ്രബോധനം ചെയ്യാൻ സാധിക്കണം. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അള്ളാഹു മാത്രം മതി എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. വഇദാ ദുകിറല്ലാഹു വഹദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ എന്ന ആയത്ത് നമുക്ക് കാണാം. എന്താണ്? വഇദാ ദുകിറല്ലാഹു വഹദഹു, അല്ലാഹുവിനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ, അത് അള്ളാഹുവിനെ പറ്റി അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയത്തിൽ ഒരു ഇശ്മഅസ്സത്ത്, ഒരു അസഹ്യത അവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നതാണ്. അതവർക്ക് ഫീൽ ചെയ്യും. നമ്മൾ പടച്ചോനെ മാത്രം എന്ന് പറയുമ്പോൾ ആ പടച്ചോന്റെ കൂടെ അവരുടെ ദൈവങ്ങളുടെയും പേര് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ യസ്തബ്ശിറൂൻ, അവർക്ക് സന്തോഷവും. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹു മാത്രം എന്ന് പറയേണ്ടിടത്ത് അള്ളാഹു മാത്രം എന്ന് പറയണം. അള്ളാഹു മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അള്ളാഹു മാത്രമാണ് പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ആരാധ്യനും ഇല്ല. അത് മമ്പുറം തങ്ങളായാലും പുത്തൻപടപ്പിലെ തങ്ങളായാലും അജ്മീറിലെ ഹോജയായാലും അള്ളാഹുവിന്റെ റസൂലായാലും അവർ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുകയില്ല. അവർക്ക് അദൃശ്യ കാര്യങ്ങൾ, അവർക്ക് വൈബിയായ കാര്യങ്ങൾ അറിയുകയില്ല. മരണപ്പെട്ടവർ നമ്മുടെ പ്രാർത്ഥനയോ വിളിയോ കേൾക്കുകയില്ല എന്ന് കൃത്യമായി വിശ്വസിക്കണം. ആ കഴിവൊക്കെ സമീഉ, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, സമീഉ ബസീർ, മുജീബ്, ഉത്തരം ചെയ്യുന്നവൻ, ഇതൊക്കെ അള്ളാഹുവിന്റെ മാത്രം നാമഗുണവിശേഷണങ്ങളാണ്. അത് അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കും, അത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആകട്ടെ, ജിന്നാകട്ടെ മലക്കാകട്ടെ, ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന അചഞ്ചലമായ വിശ്വാസമാണ് തൗഹീദ്. അങ്ങനെ തൗഹീദുള്ള ഒരാള് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യില്ല. അമ്പറത്ത് തങ്ങളെ കൊണ്ട് സത്യം ചെയ്യൽ ശിർക്കാണ്, യാതൊരു സംശയമില്ല. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രമേ ബലിയർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് യഥാർത്ഥ തൗഹീദ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുക എന്നത്, അതാണ് നമ്മുടെ. അതില് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ച സഹോദരങ്ങളെ, പരലോകം നഷ്ടപ്പെടും. അവിടെ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കൂല. വളരെ അങ്ങേയറ്റത്തെ മരണത്തോടുകൂടി അങ്ങേയറ്റത്തെ കഷ്ടപ്പാടിലേക്കായിരിക്കും ഒരാൾ പ്രവേശിക്കുക എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അത് വിളിച്ചു പറയാനും അത് പഠിപ്പിക്കാനും ആണ് അമ്പിയാക്കന്മാർ അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചത്.
ആ ഒരു ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക് വരാനുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടു കഴിഞ്ഞാലും ബർസഖിയായ ജീവിതമാണെങ്കിലും വിചാരണയാണെങ്കിലും എവിടെ ഇഹലോകത്തും പരലോകത്തുമെല്ലാം നമ്മളെ സഹായിക്കാൻ അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ. ആ ഒരു യഥാർത്ഥ വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ രൂഢമൂലമാകുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം. അള്ളാഹു എല്ലാത്തിനും മതിയായവനാണ് സഹോദരങ്ങളെ. അള്ളാഹു എല്ലാത്തിനും, ഏതൊരു കാര്യത്തിനും فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله. നിങ്ങൾ അവരിൽ നിന്നെല്ലാം നിന്നെ സംരക്ഷിക്കാൻ അല്ലാഹു മതി എന്നാണ്. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത് നമുക്ക് നൽകുന്ന മെസ്സേജ് അതാണ്. ഭരമേൽപ്പിക്കാൻ, തവക്കുൽ ചെയ്യാൻ, ഏത് പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ എന്ന സൂറത്തു യൂസുഫ് നൽകുന്ന ആ മെസ്സേജ്. അള്ളാഹുവാണ് നമ്മളെ സംരക്ഷിക്കുക. ഏത് പ്രതിസന്ധികളും ബദറിന്റെ താഴ്വരയിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ആ നമുക്ക് നൽകുന്ന പാഠം അതാണ്. അള്ളാഹു മാത്രമാണ് സംരക്ഷകൻ, അള്ളാഹു മാത്രമാണ് ഭരമേൽപ്പിക്കപ്പെടേണ്ടവൻ. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ അള്ളാഹുവിനെ ശരിയായി അറിയുകയും അവന്റെ നാമങ്ങളിലൂടെ, നാമഗുണ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയുകയും ആ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ആ തൗഹീദ് ഉലൂഹിയ എന്ന ആശയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രബോധനം ചെയ്യുക, ജീവിതം കൊണ്ട് അത് അനർത്ഥമാക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് രണ്ടാമതും എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിക്കാനും അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്നത് എന്തെങ്കിലും ദുനിയാവിന്റെ വിഭവങ്ങൾ കൂടുതൽ കിട്ടുക എന്നതോ, നഷ്ടമെന്നത് വിഭവങ്ങൾ കിട്ടാതെ പോവുക അല്ലെങ്കിൽ കിട്ടിയ വിഭവങ്ങൾ നഷ്ടപ്പെടുക എന്നതല്ല. ഏറ്റവും വലിയ വിജയം എന്നത് ആ തൗഹീദ് കൃത്യമായി മനസ്സിലാക്കാനും അത് കൃത്യമായി പ്രയോഗവൽക്കരിച്ച് പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിക്കാനും ഉള്ള തൗഫീഖ് പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടുക എന്നുള്ളതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നത്. അതിനെ വിജയമായി കാണാനും അതിലുണ്ടാകുന്ന അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകളും അതിലെ ന്യൂനതകളും ഒരു പരാജയം, അതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയമായി കാണേണ്ടത്. ആ തഖ്വ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതിരിക്കുക എന്നതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് ശിർക്ക് വരുന്ന വഴികളെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. നൂഹ് നബിയുടെ സമൂഹത്തിലാണ് ആദ്യമായിട്ട് ശിർക്ക് വന്നത്. അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ആദമിനും നൂഹിനും ഇടയിൽ 10 നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അവരെല്ലാവരും ശരിയായ ശരീഅത്തിൽ തൗഹീദിൽ ജീവിച്ച ആളുകളാണ്. പിന്നീട് അവർ ഭിന്നിച്ചു പോയി. അങ്ങനെ ആ ഭിന്നിച്ചു പോയ സന്ദർഭത്തിലാണ് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും താക്കീത് നൽകാനുമായി അള്ളാഹു പിന്നെ പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്നാണ്. അപ്പൊ ആദ്യകാലങ്ങളിൽ എന്താ സംഭവിച്ചത്? ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് സൂറത്ത് നൂഹിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ നൂഹ് നബിയുടെ സമുദായത്തിൽ ജീവിച്ചിരുന്ന നല്ല മനുഷ്യന്മാരായ ആളുകൾ അവര് മരണപ്പെട്ട സന്ദർഭത്തിൽ പിശാച് എന്ത് ചെയ്തു? ആ ജനങ്ങൾക്ക് ദുർബോധനം നൽകി
ആ പുണ്യപുരുഷന്മാർ ഇരിക്കാറുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അവരുടെ പേരുണ്ടാക്കിക്കൊണ്ട് അവരിങ്ങനെ സ്ഥിരമായിട്ട് ഇരുന്നീന്ന് നടന്നതിനൊക്കെ സ്ഥലത്ത് അവരെ പേരുണ്ടാക്കി ചില പ്രതിഷ്ഠകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വെച്ചു എന്നാണ്. അപ്പൊ ആരും ഈ പ്രതിഷ്ഠകളെ ആരാധിച്ചിരുന്നില്ല തുടക്കത്തിൽ. അതിനോട് ചെറിയൊരു ബഹുമാനം, അതിനോടൊരു മുഹബത്തും അതിലൊരു ബർക്കത്തുണ്ടെന്നൊക്കെ വിശ്വസിച്ച് എല്ലാ തലമുറകൾ കഴിഞ്ഞു പോയി. അങ്ങനെ ക്രമേണ വന്ന് കുറെ കഴിഞ്ഞപ്പോഴാണ് 10 തലമുറ ആയ സന്ദർഭത്തിനാണ് ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, ആ പുണ്യപുരുഷന്മാരെ ആരാധിക്കുന്ന ഒരു പ്രവണതയിലേക്ക് എന്ത് ചെയ്തത് കാര്യങ്ങൾ പോയത്. തുടക്കത്തിലൊന്നും അങ്ങനെ ആരാധന ഉണ്ടായിരുന്നു. പലപ്പോഴും മുജാഹിദുകളെ പറ്റി പറയും ഔലിയാക്കന്മാരെ ബഹുമാനിക്കാത്ത ആളുകൾ എന്നൊക്കെ പറയും. അതിന്റെ കാരണം എന്താ വെച്ചാൽ അതിന്റെ തുടക്കം എന്നുള്ളത് ഈ അതിരിവിട്ട ബഹുമാനമാണ്. അതിരിവിട്ട ബഹുമാനത്തിലൂടെയാണ് ഇത് തുടങ്ങാം. പിന്നെ നമ്മളിങ്ങനെ ബഹുമാനിക്കണേ നമ്മളെ മക്കൾ കാണും, നമ്മൾ മരിച്ചു പോയാൽ മക്കൾ ഒന്നും കൂടി ബഹുമാനിക്കും. അങ്ങനെ 4-5 തലമുറ കഴിയുമ്പോഴാണ് പിന്നെന്ത് ചെയ്യുക, അതിനെ ആരാധിക്കുന്നതിലേക്ക്, അതിന് ദൈവികത്വം കൽപ്പിക്കുന്നതിലേക്ക്, അതിന് അമാനുഷിക കഴിവുകളുണ്ട് എന്ന് കൽപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുക. അതുകൊണ്ട് ആ ഒരു ശിർക്ക് വരുന്ന വഴി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഫ പാറുണ്ടല്ലോ, അതിന്റെ മുകളിൽ ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ടാണ് എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുന്നത് എന്നാണ്. അപ്പോ ഈ ശിർക്കിനെതിരെ പട പൊരുതിയ ഈ തൗഹീദി പ്രസ്ഥാനമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത് തന്നെ എന്താണ്? അവർ അള്ളാഹിനെ പറ്റി പഠിപ്പിക്കാനല്ല, അള്ളാഹുവാണ് മഴ പെയ്യിക്കുന്നവൻ എന്ന് പഠിപ്പിക്കാനല്ല, അള്ളാഹുവാണ് രോഗം മാറ്റുന്നവൻ എന്ന് പഠിപ്പിക്കാനല്ല, അള്ളാഹുവാണ് ഏത് കൊടിയ മുസീബത്തിലും കൊടിയ ഇടങ്ങേറിലും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് പഠിപ്പിക്കാനല്ല മുഹമ്മദ് നബി വന്നത്. ആ നബി വരുമ്പോഴേ അവർക്ക് അള്ളാഹിനെ പറ്റിയതൊക്കെ അറിയാമായിരുന്നു. പക്ഷേ നിങ്ങൾ ഇടയാളന്മാരായി കാണുന്ന, നിങ്ങൾ ശുപാർശക്കാരായി കാണുന്ന ഈ ചെറിയ ചെറിയ ആളുകളെ, മനാത്ത പോലത്തെ ആളുകളെ നിങ്ങൾ വിളിക്കരുത്, അവരെ ഇടയാളന്മാരായി സ്വീകരിക്കരുത്, അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അത് ശിർക്കാണ് എന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തൗഹീദിന്റെ കാര്യത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് സംഭവിച്ച പിഴവ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് പിഴവ് കൃത്യമായി സ്നേഹരൂപത്തിൽ ചൂണ്ടിക്കാണിക്കാനും അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരണം വരെ തൗഹീദിന്റെ ആളായി മുവഹിദായി ജീവിക്കാനും മുവഹിദായി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നah വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.